എൻ്റെ ചക്രവാളങ്ങൾ ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഇതിലെല്ലാം പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വായിക്കുന്നവനിൽ ഒരു പരിവർത്തനം ഉണ്ടാവണം. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ എഡിഷൻ 3 ഈ ജനുവരി 7 മുതൽ 13 വരെ നടക്കുകയാണ്. വളരെ മാതൃകാപരമായ ഒരു നടപടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം മലയാള ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം നിയമസഭ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ നിലയിൽ പറയുന്നത് പോലെ വായന കുറഞ്ഞു വരുന്നു. വായന തന്നെ വളരെ സെലക്റ്റീവായിക്കൊണ്ടിരിക്കുന്നു. ഓരോ കരിയർ, പ്രൊഫഷൻ, താല്പര്യങ്ങൾ ഇതനുസരിച്ച് വായന പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് സമാന്തരമായി തന്നെ പുസ്തകങ്ങളുടെ പ്രകാശനവും പ്രസാധനവും ഒക്കെ കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഉൾപ്പെടുന്ന തലമുറ ദൃശ്യ മാധ്യമങ്ങളിലേക്ക്, അതിൻ്റെ ദൃശ്യമാധ്യമ സംസ്കാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും ആധികാരികമായി ആശ്രയിച്ചിരുന്നത് പുസ്തകങ്ങളെ തന്നെയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ സ്വാധീനം ഓരോ വ്യക്തിയുടെയും ആ വ്യക്തിത്വ വികസനത്തിന്, അവൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനൊക്കെ പ്രയോജനപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ വായനയെ ഒഴിച്ചു നിർത്താനാവാത്ത വിധത്തിൽ, അതൊരു പക്ഷേ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാവാം, അതിൻ്റെ റെഫറൻസ് പുസ്തകങ്ങളാവാം. ആ റെഫറൻസിൽ നിന്ന് ഉത്തേജനം ലഭിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് വായിച്ചു പോകുന്ന, അങ്ങനെ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ, അങ്ങനെ ഒരു വലിയ വായനക്കാരനൊന്നും അല്ല ഞാൻ. വ്യക്തിപരമായി ഓരോ കാലഘട്ടത്തിലും നമ്മളെ ആകർഷിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപക്ഷെ പഠനകാലത്ത് ഭാഷാപരമായി, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആകർഷിച്ചതെങ്കിൽ, പിന്നീട് തൊഴിൽപരമായി ഒരു ബിസിനസ് ജേർണലിസ്റ്റ് എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കൂടുതലും ബിസിനസ് സംബന്ധമായ സക്സസ് സ്റ്റോറീസ്, ഇക്കോണമിയെ സംബന്ധിച്ച കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് വായന എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അവർ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ, അവർ തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങൾ ഓരോരുത്തരുടെയും ചോയ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ചോയ്സ് സ്ഥായിയായി നിൽക്കണമെന്നുമില്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രമേയങ്ങളുണ്ടാവാം. ആ പ്രമേയങ്ങൾ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്നുണ്ടാവും. പക്ഷേ ഓരോ കാലഘട്ടത്തിലും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ചോയ്സുകളിൽ മാറ്റങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അപ്പോൾ ഇത്തരം ചോയ്സുകൾ പോകുന്നതാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ എത്രയോ പുതിയ പുസ്തകങ്ങളും എഴുത്തുകാരുമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പുസ്തകോത്സവങ്ങളിലും എത്രയെത്ര പ്രകാശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വായന എന്ന് പറയുന്നത് എൻ്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ വേദനിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനസ്സുള്ളപ്പോൾ അത്തരം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും അതുമായി സ്വാംശീകരിക്കപ്പെടാനും ആ എഴുത്തുകാരൻ്റെ ഭാവനാലോകവുമായി ബന്ധപ്പെട്ടു പോകാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ അല്പം മെലങ്കളിക്കായ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം പാട്ടുകളോട്, അത്തരം സംഗീതത്തോട് നമുക്ക് മാനസികമായൊരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് ഏകാഗിയായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളിൽ, നമുക്ക് ചില ദുഃഖങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്ന് പറയുന്നത് പോലെ അത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരും ആ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള അവർക്കുള്ള കഴിവും നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട്.
ഞാൻ പ്രത്യേകിച്ച് പുസ്തകങ്ങളെക്കുറിച്ചൊന്നും പേരുകൾ എടുത്ത് പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്തിന് ഞാൻ വായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ്. എന്തിനു വായിക്കുന്നു? ഒന്ന്, ഞാൻ എന്നിൽ തന്നെ ഒരു ശുദ്ധികലശം നടത്താനും എൻ്റെ വ്യക്തിത്വത്തെ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ കുറേ കൂടി ഒരു സംസ്കാര സമ്പന്നനായി മാറാനുമൊക്കെ ഞാനിതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വായനയ്ക്ക് അറിവ് നൽകുന്ന ഒരു മേഖലയുണ്ട്. വാസ്തവത്തിൽ വായന അറിവ് മാത്രമല്ലല്ലോ. അറിവ് നൽകുന്നുണ്ട്, അത് അറിവ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ ഒരു ആത്മാംശം ആ വായനയിൽ ചേർന്ന് പോകുന്നു. അത് ക്ലാസിക്കുകളാണെങ്കിലും അത് മതഗ്രന്ഥങ്ങൾ എന്നുള്ള വേർതിരിവൊന്നുമില്ല. ഒരു മതം വിശ്വസിക്കുന്ന ഒരാൾ മറ്റു മതഗ്രന്ഥങ്ങൾ വായിച്ചിരുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ മതഗ്രന്ഥങ്ങളുടെ സാർവലൗകികത അവരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതിലെല്ലാം പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ഈ വായനയിലൂടെ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വായന നൽകുന്ന ഒരു വ്യക്തിഗതമായ സുഖം, അതിൻ്റെ ഒരു സൗരഭ്യം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ എത്ര അളവിൽ എത്ര പുസ്തകങ്ങൾ എത്ര എഴുത്തുകാരെ വായനയിലൂടെ പരിചയപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നത് പരിമിതമായ വായനയാണെങ്കിൽ പോലും അതിൽ എത്രമാത്രം ആ വായനക്കാരൻ സ്വാംശീകരിക്കുകയും ആ സ്വാംശീകരിച്ച പ്രമേയങ്ങൾ, ആശയങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം നല്ല മനുഷ്യനാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ വായന കൂടുകയും ഒരു മനുഷ്യൻ മോശക്കാരനായി നിലനിൽക്കുകയും ചെയ്താൽ ആ വായന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വായന കൊണ്ട് ആ വ്യക്തിയെ സ്വാംശീകരിക്കാനും ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റാനും ആ വായനയ്ക്ക് സാധിക്കണം. അല്ലെങ്കിൽ ആ വായന കേവലം ഒരു 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 വ്യായാമം മാത്രമായി മാറുന്നു. ഞാൻ ഇത്രയേറെ പുസ്തകങ്ങൾ വായിച്ചു, ഇത്രയേറെ എഴുത്തുകാരെ വായിച്ചു, ഇത്രയേറെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആളുടെ വ്യക്തിത്വത്തിൽ, അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ അയാളൊരു സംസ്കാര സമ്പന്നനായി മാറുന്നില്ല എങ്കിൽ, ഞാൻ പലപ്പോഴും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളാണത്. വലിയതായി വായിക്കുകയും വലിയ എഴുത്തുകാരെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്നവർ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ വളരെ ചെറിയ മനുഷ്യരായി മാറുന്ന തരത്തിൽ. അപ്പോൾ ഈ ഞാൻ എന്തുകൊണ്ട് വായിക്കുന്നു എന്നുള്ളത് ഞാനൊരു ബെറ്റർ മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് ആയി മാറാൻ എൻ്റെ ഭാവുകത്വങ്ങൾ, എൻ്റെ ചക്രവാളങ്ങൾ ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ വർദ്ധിപ്പിക്കാൻ ഈ വായന പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ആ വായന എന്നെ സംബന്ധിച്ച് അത് പ്രയോജനരഹിതമാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അപ്പോൾ അത്തരം തിരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് കൂടെ നടന്നു പോകാൻ പറ്റുന്ന എഴുത്തുകാരെയും കൂടെ നടന്നു പോകാൻ പറ്റുന്ന പ്രമേയങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വായനാ സമ്പ്രദായമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്നത്. അത്തരമൊരു തിരഞ്ഞെടുപ്പുകളാണ് പലപ്പോഴും എന്നെ പുസ്തകങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായനയ്ക്ക് വേണ്ടിയുള്ളൊരു വായന, എൻ്റെ ഒരു ആത്മസുഖത്തിന് വേണ്ടി മാത്രമുള്ളൊരു വായന എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ആത്യന്തികമായി അത് മനുഷ്യനെ നല്ലൊരുത്തനാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലയിൽ നിയമസഭയുടെ ഈ ഒരു എഫേർട്ട്, പുസ്തകോത്സവം 3ാം എഡിഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു എഫേർട്ട് മലയാളിയെ കൂടുതൽ നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇതൊരു പ്രൊപ്പഗാൻഡയായിട്ട് പറയുന്നതല്ല. നല്ല മനുഷ്യരെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ വായനക്കാർ കൂടുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ഉള്ള നല്ല മനുഷ്യരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന് എന്ത് പ്രയോജനമാണ് ലഭിക്കാനുള്ളത്? അപ്പോൾ വായിക്കുന്നവനിൽ ഒരു പരിവർത്തനം ഉണ്ടാവണം. ആ പരിവർത്തനം സമൂഹത്തിലേക്ക് എത്തിക്കാനും കൂടി അവന് സാധിക്കുന്ന വിധത്തിലേക്ക് മാറട്ടെ. പുതിയ തലമുറ അവർ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ അവരുടെ കരിയറായിട്ടോ പ്രൊഫഷനുമായിട്ടോ ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അത് ആ ചക്രവാളങ്ങൾ വികസിക്കുന്നതനുസരിച്ച് ആ മാനവികത വികസിക്കുകയും അത് സമൂഹത്തിന് കൂടുതൽ പ്രയോജനമുള്ളതായി മാറുകയും ചെയ്യണം എന്നാണ് ഈ എളിയ ഒരു വിശ്വാസം. അത്തരത്തിൽ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും വായനയുടെ ലോകത്തേക്ക് പോകാനും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഭാവുകത്വത്തെയും ഒക്കെ ശുദ്ധീകരിക്കാനുമുള്ള ഒരു സന്ദർഭമായി ഈ നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ 3rd എഡിഷൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.